നമസ്കാരം. ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള ഒരു കളികളും നടപ്പില്ല. എങ്ങനെയൊക്കെ ട്രംപ് ഇന്ത്യയെ തകർക്കാൻ കച്ചകെട്ടി പുറപ്പെട്ടാലും അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ 1000 മാർഗങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് മുന്നിൽ അതുല്യമായ അവസരം തുറന്നു വരുന്നു എന്നുള്ള പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദം ശക്തിയാകുന്ന വേളയിൽ ബദൽ മാർഗം ഇന്ത്യ തേടവെയാണ് പുതിയ മാറ്റം. റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കണമെന്നാണ് അമേരിക്കയുടെ സമ്മർദ്ദം. പകരം ഇറാന്റെയും വെനസ്വേലയുടെയും എണ്ണ വാങ്ങേണ്ടി വരുമെന്ന ഉപാധി ഇന്ത്യക്ക് മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടെയാണ് ഇറാഖ് ക്രൂഡ് ഓയിൽ ഉൽപാദനം ഉയർത്താൻ തീരുമാനിച്ചത്. ഇന്നലെ മുതൽ വടക്കൻ മേഖലയിലെ കുർദിസ്ഥാനിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിച്ചു. 2 വർഷമായി മുടങ്ങിയിരുന്ന ഉൽപാദനമാണ് ഇറാഖ് പുനരാരംഭിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. കാരണം ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുന്ന പ്രധാന രാജ്യമാണ് ഇറാഖ്. കുർദിസ്ഥാനിൽ നിന്ന് ഇറാഖ് ഉൽപാദനം കൂട്ടിയതോടെ രാജ്യാന്തര വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുമെന്ന കാര്യം ഉറപ്പായി. വില കുറയാൻ വഴിയൊരുക്കുന്ന നീക്കമാണ് ഇപ്പോൾ ഇറാഖ് നടത്തുന്നത്. മാത്രമല്ല, എണ്ണ ഉൽപാദക രാജ്യങ്ങളായ ഒപെക് ക്രൂഡ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചതുമാണ്. ഇതിനിടെയാണ് ഇറാഖിന്റെ അധികമായുള്ള ഉൽപാദനം. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഉൽപാദനം തുടങ്ങിയെന്ന് ഇറാഖിന്റെ എണ്ണ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. യാതൊരു സാങ്കേതിക തടസ്സങ്ങളും നേരിട്ടിട്ടില്ല, എല്ലാം സുഗമമായി നടക്കുന്നു എന്നും മന്ത്രാലയം അറിയിച്ചു. 1.9 ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് അധികമായി ഉൽപ്പാദിപ്പിക്കുക എന്ന് ഇറാഖ് എണ്ണ വകുപ്പ് മന്ത്രി ഹയ്യാൻ അബ്ദുൽ ഖനി പറഞ്ഞു. ഒപെക് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇറാഖ്. ഓരോ ദിവസവും 42 ലക്ഷം ബാരൽ എണ്ണയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. കുർദിസ്ഥാനിൽ വിമതരുമായി തർക്കം വന്നതോടെയാണ് വടക്കൻ മേഖലയിലെ ഉൽപാദനം നിലച്ചിരുന്നത്. ഇവരുമായി സമവായ കരാർ ഉണ്ടാക്കിയാണ് പുതിയ നീക്കം. ഇറാഖിന്റെ ക്രൂഡ് ഓയിൽ പ്രധാനമായും ബസറ തുറമുഖം വഴി ഏഷ്യയിലേക്കാണ് പോകുന്നത്. ഉൽപാദനം കൂട്ടിയതോടെ യൂറോപ്പിലേക്കും ഇനി ഇറാഖ് എണ്ണ കൂടുതലായി എത്തും. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇറാഖ് 2ാം സ്ഥാനത്തും സൗദി അറേബ്യ 3ാം സ്ഥാനത്തുമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇറാഖിനും സൗദിക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഇറാഖ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതോടെ സൗദിക്ക് ഇക്കാര്യത്തിൽ മുന്നേറ്റത്തിന് സാധ്യത കുറയും. കഴിഞ്ഞ വർഷം ഇറാഖ് ഇന്ത്യയിലേക്ക് അയച്ചത് $29.58 ബില്യൺ എണ്ണയാണ്. 2020 വരെ സൗദിയെ ആയിരുന്നു ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത്. പിന്നീടത് ഇറാഖിനെയായി മാറി. 2022 ഇറാഖിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത്. പിന്നീടായിരുന്നു റഷ്യയുടെ വരവ്. ഇപ്പോൾ റഷ്യയുടെ എണ്ണ കുറയുമെന്ന സാഹചര്യം വരുമ്പോഴാണ് ഇറാഖ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ട്രംപിന്റെ ഒരു തീരുവയും ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച